ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നടൻ ദിലീപ് കുറ്റവിമുക്തനായി. അമ്മ സംഘടനയിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം ദിലീപിനെ അനുകൂലിക്കുന്നവർ അമ്മ സംഘടനയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ദിലീപിനെ സംഘടനയിൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഫെപ്ക പോലുള്ള സംഘടനയിലേക്കൊക്കെ ദിലീപിനെ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എത്തിയെന്നാണ് പറയുന്നത്. ഇപ്പം എറണാകുളം സെക്ഷൻ കോടതിയാണ് ദിലീപിനെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസ് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതിനി ഹൈക്കോർട്ട് അതുപോലെ തന്നെ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകും. കാരണം സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. കാരണം അതങ്ങനെ ഒരു സർക്കാരിന് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ദിലീപ് തൽക്കാലം കുറ്റവിമുക്തനായി. ദിലീപ് പുറത്തേക്ക് വരുന്ന സമയത്ത് പല ആളുകളുടെ പേരെടുത്ത് പരാമർശിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അമ്മാ സംഘടനയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പം സംഘടനയ്ക്കുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ ഇപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു. കാരണം ദിലീപിനെ ഈ സംഘടനയിലേക്ക് എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരിപ്പോൾ ഓൾറെഡി അവരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ തന്നെ ലൈവായിട്ട് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അടൂർ പ്രകാശ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ല, സർക്കാർ ഇനി ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രസ്താവന അതിജീവിതയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. കാരണം ഒരു സർക്കാർ, അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അതിജീവിതയ്ക്കൊപ്പം തന്നെ ആയിരിക്കും. ഈ ഒരു പ്രസ്താവനയ്ക്ക് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് വിഭാഗക്കാരുണ്ട്. കാരണം ഒന്ന് ദിലീപിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്ന് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും തുടക്കം തൊട്ട്, ഈ ഒരു കേസിൻ്റെ തുടക്കം തൊട്ട് ഈ നിമിഷം വരെയും ശക്തമായ രീതിയിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള കുറച്ച് ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഭാഗ്യലക്ഷ്മി. ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ ഈ ഇരയാക്കപ്പെട്ട ഈ നടിക്കൊപ്പം നിന്നിട്ടുള്ളതും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള PT തോമസ് ആണ്. കാരണം അദ്ദേഹമാണ് ആ നടിയുടെ ഒപ്പം നിൽക്കുകയും നടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കോൺഗ്രസ്. ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്താണ് എന്ന് നമുക്ക്. ശ്രീമാൻ അടൂർ പ്രകാശ്, UDF കൺവീനർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു. അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. സാറേ, ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത്. ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അതായത് ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല, ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ്. താങ്കൾ ഒരു കാര്യം മറന്നു പോകുന്നു. താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അന്തരിച്ച PT തോമസ്, അദ്ദേഹം കൊടുത്ത ഒരു ധൈര്യത്തിലാണ് ആ അർദ്ധരാത്രി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾ പകച്ചു നിന്നപ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. ആ പാർട്ടിയിൽ ഉള്ള അതേ താങ്കൾ, അതും വെറുമൊരു അംഗമല്ല, താങ്കൾ ഒരു കൺവീനറാണ്, UDFന്റെ കൺവീനറാണ്. ആ കൺവീനറായ താങ്കൾ പറയുന്നു സർക്കാരിന് വേറെ പണിയില്ല, അതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന്. മാത്രമല്ല താങ്കൾ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, അല്ലെങ്കിൽ ഈ കുറ്റാരോപിതൻ. ഇന്നലെ താൽക്കാലികമായി കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തന്റെ സ്വാധീനവും തന്റെ പണവും ഉപയോഗിച്ച് താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. താങ്കൾക്ക് അതിജീവിതയൊന്നും അറിയില്ല. താങ്കൾക്ക് അതിജീവിതമാരെ എന്താണ് അനുഭവിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയില്ല സർ. അതറിയണമെങ്കിൽ നമുക്ക് പെൺമക്കളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടാകണം. പെൺമക്കളുള്ള ഒരു മാതാവും പിതാവും താങ്കളുടെ ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യില്ല സർ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഈ വേട്ടക്കാരുടെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയുള്ളവരായിരിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, ഈ
വേട്ടക്കാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് താങ്കളെപ്പോലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ കേസിന് പിന്നിൽ താങ്കളൊക്കെ പല കളികളും കളിച്ചിരിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി താങ്കളുടെ പ്രസ്താവനയിൽ കൂടി തന്നെ താങ്കൾ ജനങ്ങളെ ഈ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്കൾ ഉൾപ്പെടുന്ന താങ്കളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഇവിടെ ഒരു അതിജീവിതമാർക്കും യാതൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല. കീഴ്ക്കോടതികളിൽ പരാജയപ്പെടുന്ന ഒരു അതിജീവിതമാർക്കും മേൽക്കോടതികളിലേക്ക് പോകാൻ, അപ്പീൽ പോകാൻ താങ്കളുടെ പാർട്ടി സഹായിക്കില്ല എന്ന് താങ്കൾ വളരെ ഓപ്പണായിട്ട് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വോട്ട് സമയത്ത് ഞങ്ങളെ അത് ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. താങ്കളുടെ പാർട്ടിയിൽ ഉൾപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ കുറെ കഥകൾ താങ്കളുടെ പാർട്ടിയിലുള്ള ചില പുരുഷന്മാരെ കുറിച്ച്. അവിടെയുള്ള ചില സ്ത്രീകളുണ്ടല്ലോ, അതായത് ഞങ്ങളൊക്കെ ശക്തരായ സ്ത്രീകൾ എന്ന് വിശ്വസിക്കുന്ന ഉമാ തോമസ്, കെ രമ, ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെയുള്ള പല സ്ത്രീകളുണ്ട്. അവരെല്ലാവരും അറിഞ്ഞിരിക്കണം, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പാർട്ടിയിലെ കൺവീനറുടെ ഈ അഭിപ്രായം. നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരാരും നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായ സത്യമാണെന്ന് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. വളരെയധികം സന്തോഷം സാർ. വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ നല്ലത്. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് സ്ത്രീകളോടുള്ള വിവേചനം കോൺഗ്രസിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാതെ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം അവര് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിൽ കുറ്റക്കാരനാണോ ഇല്ലേ എന്നുള്ളത് ഇനി മേൽക്കോടതികളിൽ പിന്നെ വന്ന് അത് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ദിലീപിനെതിരെ എഗൻസ്റ്റായിട്ട് തന്നെയായിരിക്കും തീരുമാനമെടുക്കുന്നത്. തൽക്കാലം ഇപ്പൊ ഈ കോടതി വിധിയെ മാനിക്കാനേ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കും. കാരണം കോടതിയാണ് ദിലീപിനെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഈ അതിജീവിതയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഭാഗ്യലക്ഷ്മി എന്നുള്ളത്. അപ്പം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാതെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൊള്ളാം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൊള്ളാം, ഇരയാക്കപ്പെട്ടവരെ അധിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഇനിയിപ്പം അവർക്കും നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഈ 6 പ്രതികളെ ശിക്ഷിച്ചത് കൊണ്ട് മാത്രം ഇതിനകത്ത് ഈ ഒരു കേസ് തീരുമെന്ന് വിചാരിക്കാൻ അത്രയും വലിയൊരു വിഡ്ഢിയൊന്നും അല്ല കേരളത്തിലെ ജനങ്ങളല്ലേ. കാരണം ഇനി മേൽക്കോടതികളുണ്ട്, അവിടുന്ന് സുപ്രീം കോടതിയിലേക്ക് വരെ ഈ കേസ് പോയേക്കാം. കാരണം അതിനുവേണ്ടി സർക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ മുൻകൈ എടുക്കും എന്ന് തന്നെയാണ് പ്രകാശ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട്, അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും